ഇനി പൈക്ക് തുടങ്ങാം. ലോക പരാജയമാണ്. ഞങ്ങൾ വെറുത്തു. കുത്തഴിഞ്ഞ ഭരണം അത്ര തന്നെ. ഇപ്പോഴും ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി അവൻ നടക്കുന്ന പറയണേ. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. പിണറായി എന്ന് പറഞ്ഞ വെറും പിഴാന്നേ പറയാൻ പറ്റും. കമ്മ്യൂണിസത്തിനെതിരാണോ? കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ലെന്നുള്ള ബോധ്യമുണ്ട്. ആണോ? ശരിയാണോ നിങ്ങൾ? അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? എന്താണ് നിലവിലെ പിണറായി സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്? അതെന്തോ പറയാനാ, കൃത്യവിലോപം ഒരു മാനേജ്മെന്റും ഇല്ല. വളരെ മോശം അഭിപ്രായമുള്ളൂ. ഞങ്ങൾ വെറുത്തു. ഇനി വോട്ട് കൊടുക്കത്തുമില്ല. റേഷൻ കട വഴി അരി പോലും നേരെ ഇവ നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിണറായി എന്ന് പറഞ്ഞ വെറും പിഴ പുള്ളിയുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. എന്റെ സൈക്കോളജിക്കൽ മൂവായിരുന്നത് കോടികൾ എണ്ണി മേടിച്ചും 1 രൂപ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ. എന്റെ ശിവനെ, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നക്കാപ്പിച്ച കാശ് പോലും തരാറില്ല, തന്നിട്ടുമില്ല. നിങ്ങൾ നോക്കിയാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി? അധികാരവും പണവും ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഗവൺമെന്റ് ഇത് കളക്ട് ചെയ്ത് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കും. തുല്യത പ്രാക്ടിക്കൽ അല്ല. ഡാലി 80 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു, ഞാൻ 20 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തു. 80-20 കൂടെ ഗവൺമെന്റ് കളക്ട് ചെയ്തിട്ട് എനിക്കും അലിക്കും 50 രൂപ വീതം തന്നു. 80 രൂപയ്ക്ക് പണിയെടുത്ത് അലി കൊടുത്തിടെ ഞാനിത് പോട്ടണ, അവന് സുഖമായിട്ട് 30 രൂപ കിട്ടിയില്ലോ എന്ന് ഓർക്കും. അലി അടുത്തവണ 60 രൂപയ്ക്ക് പണിയെടുക്കുള്ളൂ. ഞാൻ അപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. പണിയെടുക്കുന്നവൻ അതിന് വേണ്ട റിവാർഡ് കിട്ടിയില്ലെങ്കിൽ അവൻ കുറഞ്ഞുകൊണ്ടിരിക്കും, മറ്റവൻ അലസനായിക്കും. എന്റെ വീട് പണി നടക്കുകയാണ്, ഞാനൊരു കമ്പനി പണിയെടുക്കുകയാണ്. കമ്പനിയിൽ രാവിലെ തൊട്ട് 5 മണി വരെ പണിയെടുക്കുന്ന ഞാൻ തൊഴിലാളിയും, വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട് പണിയുന്ന പണിക്കാരുടെ മുതലാളിയുമാണ് ഞാൻ. എവിടെയാണ് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യുക? നമ്മളാണോ മുതലാളി? നമ്മളാണോ തൊഴിലാളി? തൊഴിലാളി വളർന്നാൽ എന്താവും? തൊഴിലാളി സ്വന്തമായിട്ട് വാണിജ്യം നടത്തി, വ്യവസായം നടത്തി വലുതായാലും അയാൾക്ക് മുതലാളിയായേ പറ്റൂ. ഇത് പണിയാവോ? അപ്പൊ നമ്മൾ എങ്ങനെ മുതലാളിയെ വീണ്ടും എതിർക്കും? ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ലെന്നുള്ളത്. പിണറായിയെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിണറായി ജയിക്കണം. പിണറായി ജയിക്കും തോറും ഇവിടെ ഇടതുപക്ഷം ഒരു തീവ്രവാദ പ്രസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കും. 75-80% മോശം അഭിപ്രായം എനിക്ക് തോന്നി. പാവങ്ങൾക്ക് അരി പോലും കിട്ടുന്നില്ല. സപ്ലൈക്കോയിൽ അരിയില്ല. ആ അരി ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പൊ 5 കിലോ വെച്ച് ഇപ്പൊ കെയറൈസർ മുന്നിപ്പോ കൊടുക്കുന്നു. അവതാരക പറഞ്ഞില്ലായിരുന്നോ, നല്ല പ്രസംഗമാണെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മോശമായിട്ടല്ലേ പ്രതികരിച്ചത്. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. 7 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്. ഇനി ഇതുപോലെ ആ സർക്കാർ കയറിയേക്കാമെങ്കില് കേരളം മുടിയും നാടും മുടിയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 10 ഈ ഗവൺമെന്റിനോ ഇപ്പൊ ഞാൻ 0 കൊടുക്കത്തുള്ളൂ. അത്രക്കായല്ലേ? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സാധാരണക്കാരെ മുഴുവൻ വഞ്ചിച്ച് നശിപ്പിച്ച് നാറാണക്കൽ പിടിപ്പിച്ച സർക്കാരാണിത്.